എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ്. അതായത് പ്രത്യേകതരം മസാലകളൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു മുട്ടക്കറി. ഇതിൽ ചേർക്കുന്നത് നാളികേരം അരച്ച് ചേർക്കില്ല, നാളികേരപ്പാലാണ് ചേർക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. വളരെ ടേസ്റ്റിയാണിത്. ചോറിൻ്റെ കൂടെയും പുട്ട്, ഇടിയപ്പം, ചപ്പാത്തി, അപ്പം ഇതിൻ്റെ ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. മാത്രമല്ല കേട്ടോ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ടക്കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആദ്യമായിട്ട് തന്നെ ഒരു 2-3 സവോള, അത്യാവശ്യം വലുപ്പത്തിലുള്ള 2-3 സവോള ഇങ്ങനെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞത് കേട്ടോ. പിന്നെ ഒരു 4 പച്ചമുളക് വേണം, കുറച്ച് കറിവേപ്പില വേണം, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് പേസ്റ്റായിട്ട് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ചതച്ചിട്ടിടാം. ഞാൻ ചതച്ചിട്ടാണ് ഇടുന്നത്. പിന്നെ ഒരു നല്ല വലിയ തക്കാളി, പിന്നെ മുട്ട ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം, എണ്ണം കൂട്ടാം. ഞാൻ ഇവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഗ്ലാസ് നാളികേരപ്പാൽ, അതായത് ഇത് ഒരു ഇടത്തരം നാളികേരത്തിൻ്റെ, ഒരു മുറി നാളികേരത്തിൻ്റെ പാലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ഇടണ സമയത്ത് കാണിച്ചു തരാം. അതായത് കുറച്ച് കൂടുതൽ ഐറ്റംസ് ഇടാണ്ട്, അപ്പോൾ ഓരോന്നും ഇടണ സമയത്ത് പറഞ്ഞിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ശരി, ഇന്ന് നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ, അത് വെളിച്ചെണ്ണ ചേർത്താൽ കൂടുതൽ രുചി കിട്ടും. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ എണ്ണ ആദ്യം ചേർത്ത് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാള വഴറ്റുന്നതിനനുസരിച്ചാണ് ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നന്നായി വഴറ്റി വരണം. അപ്പോൾ കുറച്ച് സമയം അതിനായിട്ട് എടുക്കാം. അപ്പോൾ നമുക്കത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എണ്ണയിലേക്ക് സവാള ചേർത്ത് കൊടുത്തു. ഇത് നന്നായി നമുക്ക് ഇളക്കി ചേർക്കണം. അതിനുശേഷം ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിടുക, പാകത്തിന് ഇട്ടാൽ മതി. കുറച്ചിടുക, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി. അപ്പം കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റാം. ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഇതിലേക്ക് കൂട്ടത്തിൽ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം. ഈ പച്ചമുളകും കറിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴണ്ടി വരട്ടെ. ഉള്ളിയൊക്കെ ഇപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണം നന്നായി മാറിയണം, ഇല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ ആകെ മാറിപ്പോകും. അപ്പോൾ ഒരു 2 മിനിറ്റ് നന്നായി മൂപ്പിച്ചെടുക്കാം കേട്ടോ. അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. അടല്ലേ, ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലതായി. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാലകൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ഇനി കുറച്ച് മുളക് പൊടി, അതായത് എരിവ്, ഒരു 3-4 പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എരിവ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇടാൻ കേട്ടോ. മുളക് പൊടി ഓരോരുത്തർക്കും ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഇടുക. ഇനി അത്ര തന്നെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. എത്ര മുളക് പൊടി ഇട്ടേ അതിനനുസരിച്ചിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. സെയിം അളവിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത്, ഈ സമയത്ത് നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കി വെച്ചതിന് ശേഷം വേണം ഈ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി കുറച്ച് ഗരം മസാലപ്പൊടിയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. വളരെ കുറവ് മതി, കുറേയൊന്നും ഇടണ്ട. കുറേശ്ശെ ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി, അത് രണ്ടും ഒരേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ എല്ലാ മസാലകളും കൂടി ചേരുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക രുചി വരുന്നത്. എന്തിനാണ് ഇപ്പോൾ ഗരം മസാലയും ചിക്കൻ മസാലയും ഇപ്പോൾ ഒന്നിച്ച് ചേർക്കണമെന്ന് ചോദിച്ചാൽ അതൊക്കെ അങ്ങനെ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയുണ്ട്, ഒരു മണമുണ്ട്. അതിന് വേണ്ടിയാണ് ഇത് അങ്ങനെ ചേർക്കുന്നത്. ഇനി നമുക്കിതിൽ ചേർക്കേണ്ട സാധനം എന്താണെന്ന് വിചാരിച്ചാൽ കുറച്ച് പെരുംജീരകപ്പൊടി കുറച്ച് പൊടിച്ചു വെച്ചത് അതും അതിൽ ചേർത്ത് കൊടുക്കുക. ഇതിന് ശേഷം അവസാനം ചേർക്കേണ്ടതാണ് കുരുമുളക് പൊടി. കുറച്ച് കുരുമുളക് കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായി ഈ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നോക്കുക, അധികം ഇടണ്ട. കാരണം ഒരു ജസ്റ്റ് മണത്തിലിട്ടാൽ മതി. നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവിന് അനുസരിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് അനുസരിച്ചിട്ട്, നിങ്ങൾക്ക് എത്ര എരിവാണ് തോന്നുന്നത്, അത് കൂടുതലാവും തോന്നുകയാണെങ്കിൽ ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യാം. പക്ഷേ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതുവേണ്ടിയാണ് അത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി മസാലകളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം.
അപ്പോൾ മസാലയൊക്കെ നന്നായി മൂത്ത് വന്നു കേട്ടോ, പച്ചമണമൊക്കെ മാറി വന്നു. ആ സമയത്ത് നമുക്ക് ഒരു നല്ല തക്കാളി, അതായത് മുഴുത്ത പഴുപ്പായിട്ടുള്ള ഒരു തക്കാളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അറിയാലോ, തക്കാളി ഒന്ന് സോഫ്റ്റ് ആവണ വരെ നന്നായി ഇളക്കി ചേർക്കുക. തക്കാളി നന്നായി സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് സോഫ്റ്റായി വന്നതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവട്ടെ, അതിന് വേണ്ടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റായി വന്നു കണ്ടോ, ഉള്ളിയും തക്കാളിയൊക്കെ ചേർന്ന് നല്ല പേസ്റ്റ് പോലെയായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം, അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളം കേട്ടോ, അതായത് പച്ചവെള്ളം ഒഴിക്കരുത്, അത്രയേ ഉള്ളൂ. എന്തായാലും തിളപ്പിച്ച വെള്ളം വേണം ചേർക്കാം. പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിന് വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് നന്നായി തിള വരട്ടെ. വെള്ളം കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്കിതിൽ മുട്ടയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൽ നാളികേര പാലാണ് ചേർക്കേണ്ടത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് വെള്ളം കുറച്ച് ചേർത്താൽ മതി എന്ന് പറഞ്ഞത്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് അത്യാവശ്യം നന്നായി തിളച്ചു കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഒന്നിങ്ങനെ നടുവ് കീറിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. ഞാനിത് അങ്ങനെ ചേർക്കുകയാണ് കേട്ടോ. അങ്ങനെ ചേർത്ത് ഇനി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെക്കുക. അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ കൂടെ നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മുട്ട ചേർത്ത് തിളപ്പിക്കുന്ന ആ ഒരു ഇത് ഇപ്പം തന്നെ തിളച്ച് കഴിഞ്ഞോട്ടെ. അതിനുശേഷം ലാസ്റ്റ് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുക. ഒക്കെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റായി നന്നായി തിളച്ച് അരികി പിടിച്ചു. ഈ സമയത്ത് നമുക്ക് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് ഒരു മുറി നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിരിക്കണത്. എല്ലാം കൂടി ഒന്നിച്ച് ചാക്കിക്കണത്. തൻപാൽ വേറെ പാലൊന്നുമില്ല. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അങ്ങോട്ട് പാൽ പിഴിഞ്ഞെടുത്തു. അങ്ങനെയാണ് ചെയ്തേക്കണം. ഈ കറിക്കൊക്കെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലാണ്ട് 2 പാലൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഒന്നിച്ച് അതിൻ്റെ പാലിങ്ങോട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഒഴിക്കുക. ഇപ്പോൾ ഇതാണ്. ഇനി നമുക്കിത് ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ ഓഫാക്കാം. കാരണം നാളികേരപ്പാൽ ഒഴിച്ചിട്ട് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതറിയാലോ, അങ്ങനെയാണെങ്കിൽ പിരിഞ്ഞ് പോകുന്നൊക്കെ അറിയാലോ. അപ്പോൾ ഒന്ന് തള വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. അപ്പോൾ കറി നന്നായി ഒന്ന് ചെറിയ തള വന്നപ്പോഴേക്കും ഞാൻ ഓഫാക്കി. കാരണം അധികം തിളച്ച് കഴിഞ്ഞത് പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കറിയാണ് കേട്ടോ ഇത്. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ തയ്യാറായി കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തിട്ടുള്ളത് ചിരട്ടപ്പുട്ടാണ്. നല്ല സോഫ്റ്റ് ചിരട്ടപ്പുട്ടും നല്ല സ്പെഷ്യൽ മുട്ടക്കറിയും. അടിപൊളി കോമ്പിനേഷനാണ്. ആരെങ്കിലും ഇങ്ങനെ പുട്ടിൻ്റെ കൂടെ മുട്ടക്കറിയൊക്കെ കഴിക്കാറുണ്ടോ? നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.